ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു സിനിമ കാണാൻ പോവാണ്. സിനിമയുടെ പേര് എനിക്കിപ്പോൾ മറന്നു, നോക്കിയിട്ട് പറയാം. ഓക്കെ, ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഫാമിലിയോടെ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു മൂവി കാണാൻ പോവാണ്. സോ 2 മണിക്കാണ് ഷോ. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന 1:30 റെഡി ആയിട്ടില്ല, റെഡി ആവണം. സോ നമുക്ക് പോവാം. ഓക്കെ. സോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു കോട്ട് സെറ്റ്, അത് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഇങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു കോട്ട് സെറ്റാണ് ഇത് വിയർ ചെയ്യാൻ പോകുന്നത്. സ്ലീവ്ലെസ് ആണ്. സോ നമുക്ക് വിയർ ചെയ്യാം. ഓക്കെ, വിയർ ചെയ്ത് കാണിക്കാം. ഗായ്സ്, നമ്മൾ ഇവിടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് ഇത്? ഞാൻ അവസാനം കാണിച്ചതാട്ടത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ നീ വെച്ച കൊട്ടാണ് നമ്മൾ റെഡി ആവുകയാണ്. സമയം ഞാൻ ഈ ഗോപുരപ്പെട്ടേക്കാൻ നോക്കുകയാണ് ഗൈസ്. ഗോപുരപ്പെട്ടൊക്കെ നിൽക്കണോ ഇല്ല തേങ്ങ. കണ്ണെഴുതണം അപ്പൊ ചേടാ. എങ്ങനെയുണ്ട്? ഒക്കെ നനഞ്ഞാ പിന്നെ പണി കിട്ടും. നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി സ്വല്പം ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. ലിപ്സ്റ്റിക് ഒക്കെ ഇത് നല്ല രീതിക്ക് ഇന്ന് നല്ല സ്പ്രെഡ് ആവും, നല്ല ഒരുപാട് കളറാവും. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ 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 So guys, കംപ്ലീറ്റ് ആയി. കമ്മൽ ഇടണം നമുക്ക്. ഒരുപാട് നമുക്ക് സിമ്പിളായിട്ടുള്ള കമ്മൽ മതി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്മൽ നമ്മൾ ഇടണം. ഓക്കെ, വാ. സോ ഗൈസ്, ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ കുറച്ചൊരു നമുക്ക് കടാം. ഓക്കെ, സമയത്ത് ഞാൻ പുറപ്പെട്ടു. നമ്മൾ റെഡിയായി. ഓക്കെ, ഓക്കെ, എക്സൈറ്റഡ് അല്ലേ? പറയണ്ട, നമുക്ക് അവിടെ പോയി നോക്കാം. സിനിമേന്റെ പേര് അറിയില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് നോക്കാം. അങ്ങനൊന്നും പറയില്ല. പിന്നെ വിവരമില്ലായ്മ കാരണം പണിക്ക് പോയാണെങ്കിൽ സ്റ്റെപ്പ് ആവും.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ 2:30ക്കുള്ള ഷോയ്ക്ക് ഇപ്പോൾ 2:15 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലക്കാടിൻ്റെ ചൂട്ടിന് അമ്മാതിരി ചൂടാണ്. എന്നാൽ കൂടെ ഞാൻ വീഡിയോ എടുക്കണം, നല്ല ചൂടുണ്ട്. ബട്ട് എന്നാലും നമുക്കൊരു ഫാമിലി ടൈമിലൂടെ പോകാൻ ഒരു അടിപൊളി നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡിൽ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏത് സിനിമയ്ക്കാണ് പോയി നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവില്ലേ. ഞങ്ങൾ പാട്രിയോട്ടാണ് പോയത്. സോ ഞങ്ങൾ രാവിലെ ആയിരുന്നു ബുക്ക് ചെയ്തത്. സോ അപ്പോൾ ഞങ്ങൾ 2:30ക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ എത്ര മണിക്കാണ്, 11 മണിക്കാണ്, 1 മണിക്ക് അങ്ങനെ എന്താണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ വരുമ്പോൾ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായി. ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏക സന്തോഷം, ഞാൻ വീഡിയോ എടുത്ത് അച്ഛനും അമ്മയും എല്ലാവരും ക്യാമറ കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. പക്ഷേ സിനിമയും തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് സൂര്യൻ്റെ സിനിമയുടെ പുതിയ ലോഞ്ചിങ് ആണ് ഗൈസ്. ആ സിനിമ ഒന്നും അറിയില്ല, പക്ഷേ അടിപൊളിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മുടെ സിനിമയൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂലായപ്പോൾ എൻ്റെ ഡാഡി പോപ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് കാണുവാണ്. അപ്പോൾ എനിക്ക് ഏക സന്തോഷം, ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇവർക്കൊക്കെ യൂസ്ഡ് ആയി. അതുകൊണ്ട് ഇവർ ആരും ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ അവരത്ര ഷൈയാവില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെയും, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇനി സപ്പോർട്ട് വേണം. അപ്പോൾ എൻ്റെ ഡാഡി കൂളൊക്കെ, എൻ്റെ അച്ഛന് ഷുഗറാണ്, എന്നാൽ കൂടെ എൻ്റെ അച്ഛൻ നോക്കുക ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇതേപോലെ ഐസ്ക്രീം കഴിക്കുമോ, പറഞ്ഞാൽ കേൾക്കാണ്ട് കാണിക്കുമോ എന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. ബട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഓരോരോ ഇപ്പോൾ നമ്മൾ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ഓരോരോ മെമ്മറീസ് ഉണ്ടാവും. അപ്പം ബിസി ലൈഫിൽ ഇങ്ങനത്തെ ഓരോ ഫാമിലിയിലൂടെ പോകുക. ഓക്കെ, ആരാൻ്റെ ഫാമിലിയുടെ കൂടെ പോകണം, നമ്മുടെ ഫാമിലിയിലൂടെ പോകുക. ഓക്കെ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. 1 ടൈം കാണാം, അത്രേ എനിക്ക് ഫീൽ ആയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാറ് വിറ്റുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് 2 വണ്ടിയിലാണ് പോകണം. നല്ല അടിപൊളിയായിരുന്നു. പാലക്കാട്ടിൽ ഈ ഒരു വൈകുന്നേരത്തൊക്കെ പോയാൽ നല്ല അടിപൊളിയായിട്ട് സീനറിയാണ്. അത് കളിക്കാനൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ ഏട്ടന്മാരൊക്കെ കളിക്കണം. എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഞാൻ പുറത്ത് കളിക്കാൻ വിടില്ല എന്നല്ല, എൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഞങ്ങൾ ഇറങ്ങാത്തതുകൊണ്ട് എൻ്റെ ഇവിടെ പിള്ളേരൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ, ബൈ ബൈ.